നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിച്ച് ധവളപത്രം മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ സമർപ്പിക്കുകയുണ്ടായി. ഈ ധവളപത്രത്തിൽ ഒരു പ്രധാന ശുപാർശയായിരുന്നു സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ധവളപത്രം നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ശുപാർശ ഉള്ളതിൻ്റെ ഭാഗമായി എല്ലാ ദൃശ്യ പത്ര സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയാക്കി ഉണ്ടായി. ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലായി. കാരണം സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ഒരു തസ്തികയിൽ ഒഴിവ് വരുന്നതിൻ്റെ മേജർ ഭാഗം വരുന്ന രീതി എന്ന് പറയുന്നത് ആ കേഡറിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ റിട്ടയർമെൻറ്റാണ്, അവർ പെൻഷനാകുമ്പോഴാണ്. അപ്പോൾ LD ക്ലർക്ക് എന്ന് പറയുന്ന ഒരു എൻട്രി കേഡറിൽ ഒരു ഒഴിവ് വരണമെങ്കിൽ ആ എൻട്രി കേഡറിൽ നിന്ന് മുകളിലോട്ടുള്ള ആ LD ക്ലർക്കിൻ്റെ മുഴുവൻ കേഡറിൽ, അത് UD ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, അതായത് ഇപ്പോഴത്തെ ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പോലുള്ള ആ കേഡറിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഒഴിവുണ്ടാകുന്നത്. അപ്പോൾ പെൻഷൻ പ്രായം ഒരു വർഷം കൂട്ടുകയോ അല്ലെങ്കിൽ 2 വർഷം കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് 1 വർഷമാണ് കൂട്ടുന്നതെങ്കിൽ ഒരു നിയമന നിരോധനത്തിലേക്ക് തന്നെ പോകും. കാരണം ഒഴിവുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റാണ്. അപ്പോൾ ആ 1 വർഷം റിട്ടയർമെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 90% വേക്കൻസികൾ വരുന്നത് തടയപ്പെടും. ഇപ്പോൾ 90 അല്ല, നമുക്കൊരു 95-ന് മുകളിൽ പറയാം. കാരണം പിന്നെ വേക്കൻസി ഉണ്ടാകുന്നത് ആ തസ്തികയിൽ നിന്ന്, ആ എൻട്രി കേഡർ തസ്തികയിൽ നിന്ന് ഒരാൾ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ തസ്തികയിൽ എൻട്രി കേഡർ തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വേക്കൻസി വരുള്ളൂ. ബാക്കി മേജർ രീതി എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റാണ്. അത് ഇല്ലാതാകുമ്പോൾ ഒരു നിയമന നിരോധനം തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ നിലവിൽ പല റാങ്ക് ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കൂട്ടിയെങ്കിലും പരിഹരിക്കപ്പെടും. ലിസ്റ്റ് ഉള്ളവരുടെ കേസിൽ അത് 1 വർഷം റിട്ടയർമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയും 1 വർഷം കൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരും. അങ്ങനെ കൂട്ടി അത് ഒരു പരിധി വരെ അവർക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതി നിൽക്കുന്ന പല തസ്തികകളുണ്ട്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പല പരീക്ഷകൾ എഴുതിയിട്ട് നിൽക്കുകയാണ്. ഇനി വരുന്ന ഓരോ തസ്തികകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻ മുന്നിൽ കണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൃത്യമായി പ്രിപ്പറേഷനുമായി മുന്നോട്ട് പോകുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറയുന്നത് യുവജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. ഏറ്റവും വലിയ വഞ്ചനയാണ് ഈ യുവജനങ്ങളോട് ചെയ്യുന്നത്, ഈ പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറയുന്നത്. നമ്മൾ കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിലൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെൻഷൻ പ്രായമാണ് കേരളത്തിലുള്ളതെങ്കിൽ പോലും കേരളത്തിലെ നിലവിലുള്ള ഉദ്യോഗസ്ഥർ 2 പെൻഷൻ സ്കീമിലുള്ളവരാണ്. 3ാമത്തെ പെൻഷൻ സ്കീം, അഷ്യൂർഡ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് 2 പറയാം. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും ഒന്ന് കോൺട്രിബ്യൂട്ടറി പെൻഷനും. ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ 2013 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കിയതാണ്. അതിൽ 2.5 ലക്ഷത്തോളം വരുന്ന, അതായത് ഏകദേശം പകുതിയോളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ 2013 ഏപ്രിൽ 1 മുതൽ 2026 ഏപ്രിൽ വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ 13 വർഷം കൊണ്ട് ഏകദേശം പകുതിയോളം ഉദ്യോഗസ്ഥർ 60 വയസ്സ് റിട്ടയർമെൻറ്റ് ഏജ് ഉള്ളവരാണ്. ബാക്കി പകുതി, അതിന് 2013 മാർച്ച് 31 വരെ സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളവർക്കാണ് 56 വയസ്സ് റിട്ടയർമെൻറ്റ് ഏജ് ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 2-2.5 ലക്ഷം പേരൊക്കെ വരുള്ളൂ എന്ന് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ 2.5 ലക്ഷം ജീവനക്കാരുടെ ആവശ്യത്തിലേക്കായി, അല്ലെങ്കിൽ 2.5 ലക്ഷം ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണത്. കാരണം കാലക്രമേണ സർക്കാർ സർവീസിലുള്ള എല്ലാവരുടെയും പെൻഷൻ പ്രായം 60 മാറും. കാരണം ഇനി അങ്ങോട്ട് കയറുന്നവരെല്ലാവരും തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷനാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ പെൻഷൻ പ്രായം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. കാലക്രമേണ എല്ലാവരുടെയും സർവീസിലുള്ള എല്ലാവരുടെയും 60 മാറിക്കൊള്ളും. അപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനുള്ള തുടരുന്നിടത്തോളം കാലം ഇനി സർവീസിൽ കയറുന്നവരുടെ എല്ലാം 60 ആവും. അപ്പോൾ ഈ 58 ഉള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞ് അത് ഗ്രാജുവലി ഓട്ടോമാറ്റിക്കായിട്ട്
എല്ലാവരുടെ പെൻഷൻ പ്രായം 60-ലേക്കാകും. അപ്പോൾ ഒരു കാലഘട്ടത്തിലും നമുക്ക് പെൻഷൻ പ്രായം ഉയർത്തിക്കൊണ്ട് യുവജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. പിന്നെ സർക്കാർ നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. അത് ഒരു സർക്കാരിൻ്റെ മാത്രം കുഴപ്പമൊന്നുമല്ല. അത് കേരളം എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് നമ്മൾ ഒരു സർക്കാരിനെ മാത്രം വഴിചാരുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലാകാലങ്ങളിൽ നമ്മൾ പിന്തുടർന്ന് വന്ന ചില സാമ്പത്തിക നയങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നത്. അതുപോലെ തന്നെ ഈ കോവിഡ്, നമ്മൾ 2 പ്രളയം, അങ്ങനെയുള്ള വലിയ വിപത്തുകൾ നേരിട്ടപ്പോൾ ഉണ്ടായ സാമ്പത്തിക ഞെരുക്കം ഒക്കെ തന്നെ ഇതിനൊരു ഫാക്ടറാണ്. അപ്പോൾ അതെന്താ ആയിക്കോട്ടെ. അപ്പോൾ അതിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ധവളപത്രം കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് നമുക്ക്. പക്ഷെ അത് മറികടക്കാനുള്ള പോംവഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ധവളപത്രത്തിൽ ജീവനക്കാരെ സംബന്ധിച്ച് 2ാമതൊരു ശുപാർശയുണ്ട്, ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുക എന്നുള്ളത്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് നമ്മൾ പൊതുവേ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും മറ്റ് സ്റ്റേറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് അത് നമ്മുടെ ഒരു ജോഗ്രഫി നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ വെസ്റ്റേൺ ഘട്ട്, നമ്മളെ സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗവും വെസ്റ്റേൺ ഘട്ടിൻ്റെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രി ആയാലും അഗ്രികൾച്ചർ ആയാലും ഒക്കെ നമുക്ക് കുറേ പരിമിതിയുണ്ട്, മനസ്സിലായല്ലോ. ഇപ്പോൾ ടൂറിസം പോലും നമുക്ക് പല സ്ഥലങ്ങളിലും പരിമിതികളുണ്ട്. ആ പരിമിതികൾ കൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നമ്മൾ പോയത്. പക്ഷേ ഞാനീ പറഞ്ഞ ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് 5 വർഷത്തിൽ ഒരിക്കലുള്ള ശമ്പള പരിഷ്കരണം ഇനി അങ്ങോട്ട് നമ്മുടെ സംസ്ഥാനം താങ്ങില്ല. അതൊരു വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതൊരു ട്രൂത്താണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. 5 വർഷത്തിൽ ഒരിക്കൽ ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് ആ സംസ്ഥാനം താങ്ങില്ല. അപ്പോൾ ആ 2ാമത്തെ ശുപാർശ നടപ്പിലാക്കിയാൽ പോലും വലിയ ബുദ്ധിമുട്ട് ജീവനക്കാർക്കും വരാൻ സാധ്യതയില്ല. കൃത്യമായി DA കേന്ദ്രം നൽകുന്നത് പോലെ കേന്ദ്രത്തിന് 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. പക്ഷേ കേന്ദ്രം എന്താ ചെയ്യുന്നത്? കൃത്യമായി 6 മാസം ആ DA നൽകും. ആ DA കൃത്യമായി നൽകിക്കൊണ്ട് 2ാമത്തെ ശുപാർശ ആയിട്ടുള്ള ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കിയാലും നമുക്കൊരു പരിധി വരെ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ നിലവിലുള്ള ജീവനക്കാർ എതിർപ്പുണ്ടാവും, സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാവും. അവരെ സംബന്ധിച്ച് അവരെതിർക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ട് 5 വർഷ തത്വം പാലിക്കണമെങ്കിൽ 2024 ജൂലൈ മാസം 1-ാം തീയതി വിത്ത് എഫക്റ്റ് ജൂലൈ 1, 2024 ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പോലും നിയമിച്ചത് 2026 ഇലക്ഷന്, ഏപ്രിൽ മാസം ഇലക്ഷന് നേരിടുന്നതിന് തൊട്ട് മുന്നത്തെ മാസങ്ങളിൽ മാത്രമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വർഷ തത്വം എന്ന് പറയുന്നത് ഓൾറെഡി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 2026 ആയപ്പോൾ ഏകദേശം 2019 മുതൽ 7 വർഷമായി കഴിഞ്ഞു. 5 എന്നുള്ളത് 7 വർഷമായി കഴിഞ്ഞു. ഇനി നിലവിലുള്ള സർക്കാരിൻ്റെ 2029 ജൂലൈയിൽ പരിഷ്കരിച്ചാൽ പോലും 10 ആയി. അപ്പം നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് 10 എന്ന് പറയുന്ന ആ ഒരു 10 വർഷത്തെ ശമ്പള പരിഷ്കരണം എന്നൊരു തത്വത്തിലേക്ക് പോകാനായിട്ട് വലിയ പാടില്ല. കാരണം അതിൻ്റെ വിത്ത് പാകപ്പെട്ട് കഴിഞ്ഞു. അതാരും അംഗീകരിക്കത്തില്ല. 5 വർഷത്തിലൊരിക്കലും എന്നുള്ളത് 7ാമത്തെ വർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ പുതിയ സർക്കാരിനെ സംബന്ധിച്ച് 10 വർഷത്തിലേക്കെന്നുള്ള തത്വത്തിലേക്ക് പോകാനായിട്ട് അവർക്ക് വലിയ പാടൊന്നുമില്ല. ഈ നിലവിലെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഒന്ന് ഹോൾഡ് ചെയ്ത് അവർക്ക് പുതിയൊരു ഈ ശമ്പള കമ്മീഷനെ പിരിച്ചുവിട്ട് പുതിയൊരു കമ്മീഷനെ നിയോഗിച്ചിട്ട് അവർക്കൊരു 1.5 വർഷം സമയം കൊടുത്ത് വലിച്ചു നീട്ടി കൊണ്ടുപോയി 2029 എത്തുമ്പോഴത്തേക്ക് 10 എന്നുള്ള തത്വം അവിടെ തുടങ്ങും. 29 പിന്നെ അടുത്ത 39 എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഈ പുതിയതായി വന്ന സർക്കാരിന് ഇത് വലിയ പാടൊന്നുമില്ല. കാരണം അവർക്ക് ഓൾറെഡി ഈ 10 വർഷ തത്വത്തിലേക്ക് പോകാനുള്ള എല്ലാ വെള്ളവും വളവും കോരിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 7 വർഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
അപ്പോൾ അത് ചെയ്യാവുന്നതാണ്, അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് മേജർ ശുപാർശ. ഇനി ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ശുപാർശകൾ മാത്രമാണ്. നമ്മുടെ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിമാരാണ്. ഈ ഒരു കമ്മിറ്റി ആയാലും കമ്മീഷനായാലും ഈ കേരള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു കമ്മീഷൻ ഉറപ്പായിട്ടും ആ റിപ്പോർട്ടിൽ ഈ പെൻഷൻ പ്രായം ഉയർത്തുക, അത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുക, അതുപോലെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുക എന്നുള്ള ശുപാർശ കാലാകാലമായി നൽകുന്നതാണ്. അതിനിപ്പോൾ ഏത് കമ്മീഷനെ നിയോഗിച്ചാലും ഏത് കമ്മിറ്റി നിയോഗിച്ചാലും അവർ ആ ശുപാർശയിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുവാനായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഇത് ഉറപ്പായിട്ടും കാണും. അത് കാലാകാലങ്ങളായിട്ട് മുന്നേ തന്നെ പല ശമ്പള പരിഷ്കരണ കമ്മീഷനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ഇപ്പോൾ തൊട്ട് മുന്നത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ 2019 ഉള്ള കമ്മീഷൻ തന്നെ കൃത്യമായ കമ്മീഷൻ്റെ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് 10 വർഷത്തിൽ ഒരിക്കലാക്കണമെന്നുള്ളത്. പെൻഷൻ പ്രായം ഉയർത്തണം എന്നൊക്കെ പറയുന്നത് വിവിധ കമ്മീഷനുകൾ പറയുന്നുണ്ട്, വിവിധ കമ്മിറ്റികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശുപാർശ മാത്രമാണെന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക. അല്ല, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. പിന്നെ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അനൗദ്യോഗികമായി നമുക്കറിയാൻ കഴിഞ്ഞത് പെൻഷൻ പ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും സർക്കാരിന് നേതൃത്വം നൽകുന്ന മുന്നണിയോ ആലോചിച്ചിട്ടുമില്ല, തീരുമാനിച്ചിട്ടുമില്ല. ഇത് ആ ധവളപത്രത്തിലൊരു ശുപാർശ മാത്രമാണ്. അപ്പോൾ അത് നടപ്പിലാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. 99% പെൻഷൻ പ്രായം ഉയർത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. നമുക്ക് അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ശമ്പള പരിഷ്കരണം എന്നുള്ളത് 10 വർഷത്തിലേക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ സർക്കാർ കടക്കുന്നുണ്ടെന്നുള്ളതാണ് അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത്. അത് നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ രീതിയിൽ ബാധിക്കത്തില്ല. കൃത്യമായിട്ട് നമുക്ക് 6 മാസം ഡിയർനെസ് അലവൻസ് നൽകുകയാണെങ്കിൽ കേന്ദ്രം ചെയ്യുന്നത് പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് റെഗുലറായിട്ട് DA തരികയും കേന്ദ്രം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആ മാസം തന്നെ സംസ്ഥാന സർക്കാരിനും അതേ മാസം തന്നെ DAയും പ്രഖ്യാപിച്ചു കൊണ്ടാണ് 10 വർഷ തത്വത്തിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് സർക്കാർ ജീവനക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറില്ല. കാരണം കേന്ദ്രത്തിനും 10 വർഷമാണ്. 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു റിവിഷനും ആ രീതിയിലൊരു ഹൈക്ക് ഉണ്ടാവും. പക്ഷേ ഈ 6 മാസം കൃത്യമായി DA തന്നില്ലെങ്കിൽ അതും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇതാണ് ഈ പെൻഷൻ പ്രായം ഉയർത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, നിങ്ങൾ നന്നായി പഠിക്കുക. പെൻഷൻ പ്രായമൊന്നും ഉയർത്താനുള്ള സാധ്യത കാണുന്നില്ല. നിങ്ങൾ നന്നായി പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്കോടുകൂടി സർവീസിൽ പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.